പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് പുസ്തക വായനയെ പറ്റിയാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെ പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നല്ല മനുഷ്യനാവുമോ, നല്ല അറിവ് കിട്ടുമോ എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മളിവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പലരും പറയാറുണ്ട് പുസ്തകങ്ങളാണ്. പണ്ട് കാലത്ത് ഇതിന് കുറേ റെലവൻസ് ഉണ്ടായിരുന്നു. കാരണം പണ്ട് കാലത്ത് അറിവ് കിട്ടാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് പുസ്തകങ്ങളായിരുന്നു. അന്ന് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് കാര്യത്തെപ്പറ്റി അറിയുകയാണെങ്കിൽ നമുക്ക് പുസ്തകങ്ങളിൽ ലൈബ്രറിയിൽ പോയിട്ട് റെഫർ ചെയ്തേ പറ്റൂ, പുസ്തകങ്ങൾ വായിച്ചേ പറ്റൂ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ വഴിയായിട്ടോ ഏത് വിഷയങ്ങളെ പറ്റിയുള്ള ഡോക്യുമെൻ്ററികളോ എന്ത് കാര്യം ആർട്ടിക്കിളോ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ പുസ്തകം എന്നുള്ളതിന് ഉപരിയായിട്ട് എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും PDF അല്ലെങ്കിൽ ഓൺലൈനോ നല്ല ഡോക്യുമെൻ്ററികളോ ഇങ്ങനെയുള്ള എന്ത് അറിവ് തരുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, നമുക്കറിയാം അക്കാദമിക് പർപ്പസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം ഒരു PhDക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് തങ്ങളുടെ വിഷയം, ഇപ്പോൾ ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ, ഫിസിക്സിനെ പറ്റി പഠിക്കുന്നവർക്ക് ഫിസിക്സായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളുള്ള പുസ്തകങ്ങൾ പഠിച്ചേ തീരൂ. അല്ലെങ്കിൽ അതിൽ നിന്നാണ് അവർക്കത് പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങൾ അതിലാണ് വരുന്നത്. അല്ലെങ്കിൽ തിയറികളും അതിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാൽ മാത്രമാണ് അറിവ് നേടുന്നത്, അല്ലേ? അപ്പോൾ ആ കാറ്റഗറിയെ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നില്ല. നമുക്കറിയാം ഒരു അക്കാദമിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, അതായത് ഇപ്പോൾ അതിൽ ഹിസ്റ്ററിയും പെടാം, ഹിസ്റ്ററിയും ഒരു പരിധി വരെ പെടാം. അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങൾ അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ബന്ധപ്പെട്ടുന്ന ബുക്കുകൾ, ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അറിവുകളൊന്നും നമുക്ക് ഇതിൽ പെടുത്തുന്നില്ല. നമ്മളിപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ നോവൽ, കഥ, ചെറുകഥ തുടങ്ങിയിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള ബുക്കുകൾ, അതായിരിക്കുമല്ലോ കൂടുതൽ മനുഷ്യരും വായിക്കുന്നത്. നമുക്കറിയാം മലയാളത്തിലുള്ള നോവലുകൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ വായിച്ചിട്ടുള്ള നോവലെന്ന് പറയുന്നത് ആടുജീവിതം നോവലിനെ പറ്റിയൊക്കെയാണ് പലരും പറയുന്നത്. അതുപോലെ തന്നെ നിരവധി നോവലുകൾ, ചെറുകഥകൾ, അതുപോലെ തന്നെ കുറേ ആർട്ടിക്കിളുകൾ, ഓരോരുത്തരുടെയും ചിന്തകളെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിലൊരു പരിധിവരെ സിനിമയിലെ കഥകളും ഒക്കെ ഉൾപ്പെടാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്കറിയാം പലരും പല പുസ്തക പുഴുക്കളായിട്ട് നിരവധി സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്. പലരും എഴുതിയിട്ടുള്ള അവരുടെ ജീവിതത്തെ പറ്റിയുള്ള അവരുടെ ബയോഗ്രഫി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പറ്റി അവരുടെ ദർശനങ്ങളെ പറ്റിയുള്ള ബുക്കുകൾ, നോവലുകൾ, കഥകൾ, ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് കുറേ പേര് അങ്ങനെ വായിക്കുന്നവരുണ്ട് നിരവധിയായിട്ട്. അങ്ങനെ അതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്നവരും അതുപോലെ തന്നെ അതിനെ നമ്മൾ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നവരുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ പുസ്തകങ്ങളെയും അറിവുകളെയും നിർത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, നമുക്കറിയാം ഒരു കഥ വായിക്കുമ്പോൾ ഒരു കഥയിൽ കൂടെ, ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഒരു കഥയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. കുറേ വ്യക്തികളുടെ ഇമോഷൻസും അല്ലെങ്കിൽ അവരുടെ ഭാവനകളിൽ കൂടെ നമ്മൾ അവരുടെ ജീവിതം കാണുന്നു. അതിനുശേഷം അതിനൊരു എൻഡിങ്, അതിനൊരു സസ്പെൻസ്, അങ്ങനെയൊക്കെ പോയി നമ്മളൊരു കഥ വായിച്ച് തീരുമ്പോൾ നമുക്കൊരു ജീവിതം കണ്ട ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റിനപ്പുറം അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരുടെയും ചിന്തയെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ പലരുടെ തങ്ങളുടെ കെട്ടിപ്പടുക്കുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലെ ചിന്തകളെ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ പല ചെറുകഥകളോ അല്ലെങ്കിൽ നോവലുകളിലും ഒരു കഥാപാത്രം അനുഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, അതിൽ ആ കഥാപാത്രം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ആ കഥാപാത്രം പ്രതികരിച്ച രീതി, ഇതൊക്കെ തന്നെയാണ് അവരുടെ ജീവിതത്തിലും അവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തന്നെ സിനിമയിലും നമുക്ക് എടുക്കാറിയാം. പല സിനിമകളിലെയും കാര്യങ്ങളെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാർ,
അല്ലെങ്കിൽ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെത്രയധികം സത്യമുണ്ട്. പലരും ഇന്ന് പുസ്തകത്തെ തങ്ങളുടെ അറിവ് എന്ന് പറയുന്നൊന്നും ജ്ഞാനം എന്ന് പറയുന്ന വിസ്ഡം എന്ന് പറയുന്നതും രണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവരും കേട്ടപ്പോൾ അതൊക്കെ വലിയൊരു സത്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം ഇത്രയധികം അറിവുള്ളൊരു വ്യക്തി സംസാരിക്കേണ്ടത്, ഇത്രയധികം പുസ്തകം വായിച്ചൊരു വ്യക്തി സംസാരിക്കുന്ന രീതി വേറെ ആയിരിക്കും. അത് നോർമലായിട്ടൊരു വ്യക്തി സംസാരിക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത് വേറൊരു തരത്തിൽ ആ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ടായിരിക്കും ആ വ്യക്തി ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഓരോ പുസ്തകവും ഓരോ അറിവുകളും നമ്മളെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു സാധ്യതയിലേക്ക് പോകുന്ന പുസ്തകങ്ങൾ നമ്മളങ്ങനെ വായിച്ചതുകൊണ്ട് ഉപകാരമുണ്ടോയെന്ന്, നമ്മുടെ സമയം ഇങ്ങനെ കളഞ്ഞതുകൊണ്ട് ഉപകാരമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇവർ അൾട്ടിമേറ്റ് ഇതിനൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ കവിഞ്ഞുകൊണ്ട് ഈ പുസ്തകം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പുസ്തകം എഴുതിയ വ്യക്തികൾ അവരുടെ മനോഭാവം എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്തായിരുന്നു, അവരുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചറിയാതെ ഒരിക്കലും അയാൾ എഴുതിയ ബുക്കുകൾ നമ്മൾ വായിച്ച് അതിൽ നിന്നൊന്നും പകർത്താനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഇന്നൊരു കഥാകാരൻ തൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതി പിടിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ലേഖനങ്ങളിൽ കൂടെ എഴുതി പിടിപ്പിക്കുന്ന അദ്ദേഹം ജീവിച്ചു വെച്ച അനുഭവങ്ങളിൽ നിന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാവന കൊണ്ടുമാണ് അദ്ദേഹം ആ ബുക്ക് എഴുതുന്നത്. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് എല്ലാ കഥാപാത്രങ്ങളെയും അദ്ദേഹം മെനയുന്നതും ആ കഥയ്ക്കും ആ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന രീതിയൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹം പ്രേക്ഷകനോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വായിച്ച് ഒരു സാധാരണ ഒരു വ്യക്തി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളൊരു യുവാവായിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ കഥാപാത്രങ്ങൾ അനുഭവിച്ചുള്ള സംഘർഷങ്ങൾ, ആ കഥാപാത്രം പ്രതികരിച്ച രീതികളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും കയറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അറിയാതെ തന്നെ സ്വാധീനം ചെലുത്താറുണ്ട് പലരുടെയും ജീവിതത്തിൽ. അവർ പലപ്പോഴും പലതിനെ ശരിയെന്ന് കാണുന്നത് അതിലെ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പലരും പറയുന്ന വാക്കുകൾ നമുക്കറിയാം, നിരവധി ഇൻ്റർവ്യൂകൾ ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത്, പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കുറേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്, കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്. ഇവരുടെ വാക്കിനൊക്കെ ജനം പുതിയ വരുന്ന തലമുറ എത്രയധികം വില കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന വാക്കുകൾ അതൊക്കെയാണ് ശരിയെന്ന് പറയുകയും തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന്, അല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് തെറ്റല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനമാണ്, അല്ലെങ്കിൽ ഒരു യുവതലമുറയാണ് നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ ആ യുവതലമുറ ചിന്തിക്കുന്നില്ല ഈ വ്യക്തിക്ക് എത്രയധികം ജ്ഞാനമുണ്ടെന്നോ, ഈ വ്യക്തിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്നോ, ആ വ്യക്തിക്ക് എന്താണ് ആ വ്യക്തിയുടെ മോട്ടീവ് എന്നൊന്നും തിരിച്ചറിയാതെ പലരും പറയുന്ന കാര്യങ്ങളുടെ പിന്നാലെ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്ന ഒരു ജനമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഇവിടെ മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണുള്ളത്. പലരുടെയും ചിന്ത, അതായത് മനുഷ്യൻ പോകുന്ന വഴിയിൽ മനുഷ്യന് നമുക്കറിയാം, മനുഷ്യന് ചില കാര്യങ്ങളോട് വളരെയധികം ആസക്തി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും മനുഷ്യന് താല്പര്യമാണ്, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭക്തിയുടെ മാർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ പലരും തിന്മയുടെ വഴികളെന്നൊക്കെ പറയാം. പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള പ്രവണതകളിലേക്ക് പോകാനായിട്ട് എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും വെമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ ആരൊക്കെ പറഞ്ഞാലും അത് ഇവർക്കും സ്വീകാര്യമായിട്ട് തീരും. ഇപ്പോൾ നമ്മൾ പറയുകയാണ് മദ്യപിച്ചുകൊണ്ട് കുഴപ്പമില്ല മോനെ, ഞാൻ ഇത്ര നാൾ മദ്യപിച്ചാണ് നടന്നത്, എനിക്ക് മദ്യപാനം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല, അപ്പോൾ അതിത്ര വലിയ തെറ്റൊന്നല്ല എന്ന് ഒരു സെലിബ്രിറ്റി നിന്ന് മൈക്കിൽ കൂടെ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന കൗമാരക്കാരായിട്ടുള്ള കുറേ പേര്
അതും അവരുടെ ജീവിതത്തിൽ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അത് അയാൾ നമ്മൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ നമുക്കത് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ വരുന്നത്. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തിനെ വേർതിരിച്ച് കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ഏത് ഏജിലെത്തുമ്പോഴാണ് നമുക്കുണ്ടാകുന്നത്. ഒരു നല്ലൊരു പക്വത എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വാധീനത്തിൽ പെടാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പല സെലിബ്രിറ്റീസും പറയുന്നതാണ് കുടുംബം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, മക്കൾ വലിയ ദുരിതമാണ്. മക്കളെ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നതിന് എല്ലാവരും ഇപ്പോൾ നമുക്കറിയാം സ്റ്റേജ് ഷോയിലും കോമഡി ഷോയിലും ഒക്കെ കല്യാണം എന്ന് പറയുന്നത് ദുരിതമെന്നും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇതിൽ പെട്ടു, ഒരു അപകടത്തിൽ പെട്ടു, തലവേദന വന്നു, നമുക്ക് തലവേദനയാണ്, ഭാര്യ ഭർത്താവ് കുട്ടികൾ ശല്യമാണ് കുട്ടികൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലായിടത്തും പറയുന്നത് കൊണ്ട് നടക്കുന്നത്. സെലിബ്രിറ്റികളും അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൈയടിക്കുക, അതിൽ നിന്ന് കോമഡി ഉണ്ടാക്കുകയും അത് കൈയടിച്ച് എല്ലാവരും ആസ്വദിക്കുകയും ചെയ്യുന്ന കാര്യം നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വരുന്ന തലമുറയ്ക്ക് എന്താണ് തോന്നുന്നത്, ഒരു വിവാഹം എന്നുള്ളത് ഭാരിച്ച കാര്യമാണ്, അത് ചെയ്യേണ്ടാത്ത കാര്യമാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ വിവാഹമില്ലാത്ത കുടുംബമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അല്ലേ? അങ്ങനെ ശ്രമിക്കുക എന്നല്ല, അങ്ങനെയാണ് അവരുടെ ഉപബോധ മനസ്സിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇന്ന് നമുക്കറിയാം, നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല യുവാക്കളായിട്ടുള്ള യൂട്യൂബേഴ്സായിട്ടുള്ളവരുടെയൊക്കെ അവരൊക്കെ തങ്ങളുടെ പ്രായക്കാരായിട്ടുള്ള ആൾക്കാരോട് പറയുന്നത് എന്താണ്, എനിക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു, ആ സ്വപ്നത്തിലേക്ക് ഞാൻ കഷ്ടപ്പെട്ടു, ആ സ്വപ്നം നേടി. അപ്പോൾ എന്താണ് സ്വപ്നം എന്ന് പറയുമ്പോൾ BMW 7 സീരീസ് മേടിക്കുകയായിരുന്നു എൻ്റെ സ്വപ്നം, അല്ലെങ്കിൽ ഇന്ന ബൈക്ക്, ഇത്ര ലക്ഷത്തിൻ്റെ ബൈക്ക് മേടിക്കുകയായിരുന്നു എൻ്റെ സ്വപ്നം, അല്ലെങ്കിൽ ഇത് പൈസ ഉണ്ടാക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന മോഡൽ സാധനം മേടിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യങ്ങളൊക്കെയാണ് ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത് ഇവർ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഈ യുവാക്കളോട് നിങ്ങൾ സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നത്. യഥാർത്ഥത്തിൽ അപ്പോൾ യുവാക്കളുടെ ഈ പുതിയ തലമുറയോട് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ നേടാൻ വേണ്ടി നിങ്ങൾ ജീവിക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 100% നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, അത് നേടുക എന്നുള്ളതൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നൊരു കാര്യം. ഇവർ പഠിപ്പിക്കുകയല്ല ചെയ്യണേ, ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നതാണ് സക്സസ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് എല്ലാവരും കാണുന്ന രീതിയിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആവുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ കാറുകളിൽ വലിയ ബൈക്കുകളിലൊക്കെ സഞ്ചരിക്കുക, പൈസ ബാങ്കിലിടുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന്, അല്ലെങ്കിൽ അതൊക്കെയാണ് നിങ്ങൾ കാണേണ്ട ലക്ഷ്യമെന്നൊക്കെ പുതിയ തലമുറയോട് ഇവർ പറയാതെ പറയുകയാണ് ഇവരുടെ വീഡിയോകളിൽ കൂടെ. എന്നാൽ ഏതെങ്കിലും ഒരു മൂല്യത്തെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മറ്റുള്ളവനെ സംരക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവന് വിശപ്പ് മാറാനായിട്ട് ഞാൻ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവന് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മൂല്യത്തെപ്പറ്റി, ഒരു നല്ലൊരു കുടുംബമുണ്ടായി, മക്കളുണ്ടായി, അവരെ വളർത്തി, അങ്ങനത്തെയുള്ള മെസ്സേജ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? അപ്പോൾ നന്മയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മൂല്യങ്ങളോ പണ്ട് കാലത്ത് എന്തൊക്കെയായിരുന്നു, നമ്മുടെ ബുക്കുകളിലൊക്കെ നിരവധി മൂല്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിരവധി സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അവരൊന്നും ഈ തറ രാഷ്ട്രീയം കളിക്കുക എന്ന് പറയില്ലേ, തറ രാഷ്ട്രീയം, അതുപോലെ തറ സാഹിത്യം അല്ലെങ്കിൽ തറ മോട്ടിവേഷനൊന്നും ചെയ്യാത്ത ആൾക്കാരായിരുന്നു. അവരൊക്കെ മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും ഒക്കെ ആ മൂല്യങ്ങളുണ്ടായിരുന്നു. ഇന്നെന്താണ് സംഭവിക്കുന്നത്? ഈ മൂല്യങ്ങളില്ല, പല മൂല്യങ്ങൾക്ക് പകരം മുതലുകളാണ്. അതായത് എന്തൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ടാണ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പുസ്തകം എഴുതുന്ന വ്യക്തികളുടെ മോട്ടിവേഷൻ എന്താ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ പറയും ഞങ്ങൾ PhD അല്ലെങ്കിൽ 2 PhD 3 PhD സാഹിത്യത്തിൽ എടുത്തിട്ട ആൾക്കാരാണ്. ആ PhD അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ PhD ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഭാഷയിൽ എഴുതാനായിട്ട് സാധിക്കും, പുതിയ വാക്കുകൾ നമുക്ക് പുതിയ രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഉള്ളിൽ കൊടുക്കുന്ന മൂല്യം എന്താണ്, അത് ആ വ്യക്തിയുടെ ജീവിതം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ആ വ്യക്തി എങ്ങനെയാണ് ജീവിക്കുന്നത്,
ആ വ്യക്തി ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ വ്യക്തിയുടെ എന്താണ് കുടുംബം, ആ വ്യക്തി എങ്ങനെയാണ് ജീവിച്ച് മരിച്ചത്, ഇപ്പോൾ മരിച്ച വ്യക്തിയാണ് എങ്ങനെയാണ് മരിച്ചത്, മറ്റുള്ളവർ എന്താണ് ആ വ്യക്തിയെപ്പറ്റി പറയുന്നത്, ഈ വ്യക്തി നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണോ, അതോ ഈ വ്യക്തി കള്ളുകുടിയനും താന്തോന്നിയും പെണ്ണുപിടിയനുമായിട്ടുള്ള വ്യക്തി ആയിരുന്നെന്നാണ് മറ്റുള്ളവർ പറയുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ താന്തോന്നിയും കഞ്ചാവിനും മയക്കുമരുന്നിനടിമയും പെണ്ണുപിടിയനും മദ്യപാനിയും വഴിയിൽ കിടക്കുന്നവനുമായിട്ടുള്ളൊരു കഥാകൃത്ത് അല്ലെങ്കിൽ സാഹിത്യകാരൻ എഴുതിയ കഥയ്ക്ക് അല്ലെങ്കിൽ കവിതയ്ക്ക് എത്ര മൂല്യമുണ്ടാവും? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയും. അവരുടെ വാക്കുകൾ വളരെ ഭ്രമിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. പ്രണയം തോന്നിപ്പിക്കുന്ന, നമ്മളെ മനസ്സിനെ താലോലിക്കുന്ന വാക്കുകളൊക്കെ എഴുതി വെക്കാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ അതിൽ നിന്ന് കൊടുക്കുന്ന മൂല്യം എന്താണ് അവർ കൊടുക്കുന്നത്? അങ്ങനെ ഒരു മൂല്യം അവർ കൊടുക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ മൂല്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള എത്ര സാഹിത്യകാരന്മാർ നമുക്കുണ്ട്, എത്ര കഥാകൃത്തുകൾ നമുക്കുണ്ട്, എത്ര സിനിമാക്കാർ നമുക്കുണ്ട്. ഈ മൂല്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ, അതിപ്പോൾ ഏത് മേഖലയിലും, ശാസ്ത്ര മേഖലയിലും അത് തന്നെയാണ്. ഈ മൂല്യവും നന്മയും ഇല്ലാത്ത ശാസ്ത്രവും മനുഷ്യന് ദോഷകരമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ. മൂല്യവും നന്മയും ഇല്ലാത്ത സാഹിത്യങ്ങൾ അതുപോലെ തന്നെയാണ് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓരോരുത്തരുടെയും ജീവിതത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുകയും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ ഉള്ള പേജുകൾ, എത്രയധികം ചാനലുകളാണ് നമുക്കുള്ളത്. ചാനലെന്ന് ഉദ്ദേശിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് TV ചാനലുകളെ പറ്റിയല്ല, സോഷ്യൽ മീഡിയ ചാനലുകൾ. പല കാര്യത്തെപ്പറ്റി, സിനിമയെ പറ്റിയും റിവ്യൂ ചെയ്യുന്നതും പലതായിട്ട് നിരവധി ചാനലുകളുണ്ട്. അവരുടെ അജണ്ട എന്താണ് നമ്മൾ ചിന്തിക്കണം. അവർ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ചാനലുകളുണ്ട്. മറ്റുള്ളവരിൽ നിന്നും പല ആളുകൾ പൈസ മേടിച്ചിട്ട് അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുണ്ട്. പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പല പാർട്ടികളായിട്ട് വേഷം മാറിക്കൊണ്ട്, പല പാർട്ടികളും അവരുടെ ഉള്ളിൽ തന്നെ അവർ വേറൊരു പാർട്ടിയുടെ ആൾക്കാരാണ്, പക്ഷേ പേരിലൊക്കെ പേരിലൊക്കെ നിന്നുകൊണ്ട് മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുകയും പല കാര്യങ്ങളെ തെറ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഈ വാർത്തകളെ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതുപോലെ തന്നെ ഈ സിനിമയുടെ മേഖലയിൽ സിനിമ തന്നെയാണ് വലിയൊരു സിനിമ ശരിക്കും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, എൻ്റർടൈൻമെൻറ്റിനുള്ളതാണ് എന്നതിൽ തന്നെയും സിനിമയിൽ വരുന്ന പലൊരു ഡയലോഗ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ പഴയ സിനിമയിലൊക്കെ, ഇപ്പോൾ ശ്രീനിവാസൻ എഴുതിയ സിനിമകളിലൊക്കെ ഉള്ള ഡയലോഗുകൾ നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മളെ സിനിമ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ. അപ്പോൾ ആ സിനിമ എഴുതുന്ന ആൾക്കാർ, അതിൻ്റെ തിരക്കഥ എഴുതുന്ന ആൾ, കഥ രൂപീകരിക്കുന്ന ആൾ, ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമ്മൾ ചിന്തിച്ച് നോക്കണം. അവരെന്താണ് അവരുടെ സിനിമയിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ആരൊക്കെയോ കാണിക്കുന്ന പാവക്കൂത്തിനനുസരിച്ച് നമ്മൾ തുള്ളുകയാണോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. ഒന്ന് സാഹിത്യം, അതുപോലെ തന്നെ മീഡിയകൾ, ന്യൂസ്, സോഷ്യൽ മീഡിയകൾ, സിനിമ, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈവൻ നമ്മളുടെ ഇവിടെ അത് കേരളത്തിൽ അത്രയും വന്നിട്ടില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ പോപ്പ് മ്യൂസിക്കൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അവരുടെ വാക്കുകൾ, നമ്മളൊരു പോപ്പ് മ്യൂസിക് ഒരു പാട്ടല്ലേ, ഒരു പാട്ടിൻ്റെ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പാട്ട് നമ്മുടെ ട്യൂൺ മനസ്സിൽ പതിയുമ്പോൾ നമ്മൾ ആ ട്യൂൺ അറിയാതെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിലുപയോഗിക്കുന്ന ലിറിക്സുകൾ എത്രയധികം വൃത്തികെട്ട ലിറിക്സുകളും അല്ലെങ്കിൽ എത്രയധികം മോശവും എത്രയധികം അജണ്ട നിറഞ്ഞതുമായിട്ടുള്ള ലിറിക്സുകളാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അത് പോപ്പ് മ്യൂസിക്കിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ലിറിക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം എന്താണ് അതിൽ പറയുന്നതെന്ന്, അവർ ഉദ്ദേശിക്കുന്നതെന്ന്. അതിപ്പോൾ മലയാളത്തിലും തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ പല പാട്ടുകളിൽ ട്യൂണൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഇരുന്ന് മൂളാറുണ്ട്. അവർ യഥാർത്ഥത്തിൽ ആ ലിറിക്സ് ഒന്ന് എടുത്ത് നോക്കണം, അതിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ ആയിരിക്കും പല സ്ത്രീകളും കുട്ടികളൊക്കെ ഈ പാട്ടുകളൊക്കെ എടുത്ത് ഈ ട്യൂൺ കേൾക്കുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ആ സംഗീതത്തിൽ ആ ട്യൂണുകൾ അനുസരിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ലിറിക്സ് കൃത്യമായിട്ട് അറിയണമെന്നില്ല, പക്ഷേ ആ ലിറിക്സ് തന്നെ എത്രയധികം മലിനമായിട്ടുള്ള ലിറിക്സുകളാണ്, അല്ലെങ്കിൽ എത്രയധികം മോശമായിട്ടുള്ള ചിന്താഗതികളാണ് ആ ലിറിക്സിൽ കൂടെ കൊടുക്കുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വായിച്ചില്ലെങ്കിലൊന്നും നിങ്ങൾ വളയുന്നില്ല, വായിച്ചാലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വളഞ്ഞു പോകുന്നത്.
അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അറിവ് നേടുമ്പോൾ നിങ്ങൾ വളഞ്ഞും പൊളഞ്ഞും എങ്ങനെ വേണമെങ്കിലും ഒടിഞ്ഞും പോവാം. ചിലപ്പോൾ വായിക്കാതിരിക്കുന്നവനായിരിക്കും മര്യാദയ്ക്ക് വളരുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ലോകം പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. നമുക്ക് നിങ്ങൾ ചിന്തിക്കുക, ഓരോരുത്തരെയും ചിന്തിക്കുക. അതാണ് പറയുന്നത്, നമ്മൾ ഒരു മനുഷ്യൻ്റെ പ്രത്യേകിച്ച് സാഹിത്യകൃതികളും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യമായിരിക്കും അവർ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പോൾ നമ്മുടെ ആറാം തമ്പുരാൻ അല്ലെങ്കിൽ നരസിംഹം തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ എഴുതിയ ആൾ, അല്ലെങ്കിൽ ആ ചിത്രം കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താ തോന്നുന്നത്, നമ്മുടെ ലാലേട്ടനെയാണ് മനസ്സിലേക്ക് വരുന്നത് അല്ലേ. മംഗലശ്ശേരി നീലകണ്ഠൻ, പൂവുള്ളി ഇന്ദുചൂടൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ലാലേട്ടനാണ് ഈ ക്യാരക്ടർ, അല്ലെങ്കിൽ ലാലേട്ടൻ. നമ്മൾ സാധാരണ സിനിമ കാണുന്ന വ്യക്തിയെ എങ്ങനെയാണ് ലാലേട്ടനോട് ആരാധന തോന്നുന്നത്? ഈ ക്യാരക്ടർ ഈ ലാലേട്ടൻ തന്നെയാണെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളിൽ തോന്നുന്നത് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർക്കും അദ്ദേഹത്തെ അടുത്ത് നിൽക്കുന്നവർക്കറിയാം, അദ്ദേഹം ഈ ക്യാരക്ടറിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരാളാണ് അല്ലേ. വളരെ സൗമ്യനും വളരെ ഇങ്ങനെയുള്ള ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ആക്ഷനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ആഗ്രഹമില്ലാതെ വളരെ സോഫ്റ്റായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ മീശ പിരിച്ചും ആക്ഷനും ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും മറ്റുള്ളവരെ പഞ്ച് ഡയലോഗ് പറയുകയും പേടിപ്പിച്ച് നിർത്തുകയും തൻ്റെ വാക്കുകൊണ്ട് ചൊൽപ്പിടിക്ക് നിർത്തുകയും ചെയ്യുന്ന ആളായിട്ടാണ് നമ്മൾ പലപ്പോഴും സിനിമയിൽ കാണുന്നത്. പ്രേക്ഷകർ പലരും ആരാധിച്ചു പോകുന്നത് അദ്ദേഹത്തിന് ആ ക്യാരക്ടർ കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? അത് എഴുതിയിട്ടുള്ള രഞ്ജിത്തായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് നിങ്ങളോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടാൽ ശ്രമിക്കാം. പൂവുള്ളി ഇന്ദുചൂടനും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്, മംഗലശ്ശേരി നീലകണ്ഠനും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ മോശമായിട്ട് വരല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അതായത് ഒരു കഥാകൃത്ത് താൻ കണ്ടിട്ടുള്ള വ്യക്തികളും താൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തികളും താൻ അതുപോലെ ആവാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തൻ്റെ കഥകളിൽ കൂടെ വരുന്നത്. ചിലപ്പോൾ അയാൾക്ക് അതുപോലെ ആ ക്യാരക്ടർ ആവണമെന്നില്ല. ഇപ്പോൾ പൂവുള്ളി ഇന്ദുചൂടനാണ് രഞ്ജിത്ത് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അദ്ദേഹം കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള, അദ്ദേഹം സ്വപ്നം കാണുന്ന ക്യാരക്ടേഴ്സ് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ അതാണ് അദ്ദേഹം തൻ്റെ കഥയിൽ കൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൽ അഭിനയിക്കാൻ വന്നത് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്. അപ്പോൾ ശരി, യഥാർത്ഥത്തിൽ ഈ കഥ ഉണ്ടാക്കിയ ആളും ഈ കഥ എഴുതിയ ആളും തിരക്കഥ എഴുതിയ ആളുമാണ് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഭാവങ്ങളുടെ പിറകിൽ എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളതാണ് പറഞ്ഞത്, ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോഴോ അത് എഴുതിയ ആളുടെയും കൂടി, ഇപ്പോൾ നമ്മളറിയാം അങ്ങനെയൊക്കെ ജാതകം വായിച്ചുകൊണ്ട് നമുക്ക് സിനിമ കാണാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം. പറഞ്ഞല്ലോ നേരത്തെ, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കണ്ടു പോവുക എന്നുള്ളതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഒരു കാര്യം കേട്ടു, പക്ഷേ നമ്മൾ എൻ്റർടൈൻമെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഇതുപോലുള്ള സിനിമകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് കൂടെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഇത് വായിക്കുന്നതും കേൾക്കുന്നതും, പക്ഷേ എൻ്റർടൈൻമെൻറ്റ് കൂടാതെ ഇതിൽ നിന്നും നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണമെങ്കിൽ ഇത് എഴുതിയ ആളെ പറ്റിയും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഏതെങ്കിലും ഒരു വർഗത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളാണോ, വർഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണോ, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പലരും പറയാറുള്ളത് ബുക്കുകൾ വായിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് പറയുന്നത്. ഇപ്പോൾ ആത്മീയതയിലൊക്കെ ഉള്ള വ്യക്തികൾ പറയും സിനിമ കാണാൻ പോകരുതെന്ന് പലപ്പോഴും പല അച്ഛന്മാർ, ധ്യാന കേന്ദ്രത്തിലൊക്കെ അച്ഛന്മാർ പറയാറുണ്ട്. കൂടുതലായിട്ട് സിനിമ കാണണ്ട അല്ലെങ്കിൽ വേറെ സാഹിത്യങ്ങൾ വായിക്കണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മീയതയും അവരുടെ ചിന്താഗതിയൊക്കെ വരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻഫ്ലുവൻസായി അതിൽ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ അറിയാം ക്രിസ്ത്യാനിയിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം അല്ലാതെ സത്യമായിട്ട് വേറെ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് അണുവിട വ്യതിചലിക്കാതെ നമുക്ക് സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിലൊരു മായം ചേർത്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സത്യമാണെന്നും
അദ്ദേഹം പറഞ്ഞതിൽ ഒരു മായം ചേർത്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ എഴുതി വെച്ചതാണ് ബൈബിളും ദൈവത്തിൻ്റെ പുസ്തകങ്ങളെന്ന് പറയുന്ന പുസ്തകങ്ങളും. അപ്പോൾ അത് നമുക്ക് വെള്ളം തൊടാതെ നമുക്ക് വായിച്ചെടുക്കും. പക്ഷേ മനുഷ്യൻ എഴുതിയ ബുക്കുകളിലൊക്കെ പല ഇൻഫ്ലുവൻസുകളും, അത് ആര് തന്നെയായാലും, ഞാൻ തന്നെയായാലും വേറൊരാൾ തന്നെയായാലും, ഏതൊരു മനുഷ്യൻ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ, അതിപ്പോൾ ബുക്കാണ്, ദൈവത്തിൻ്റെ ബുക്കാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ബുക്കുകളോ എന്തൊക്കെ തന്നെയായാലും മനുഷ്യൻ എഴുതിയിട്ടുള്ള ബുക്കുകളുണ്ടെങ്കിലോ അതിലൊക്കെ ഇതൊക്കെ കടന്നു വരും. അവരുടെ ചിന്തകളും അവരുടെ അജണ്ടകളും അവരുടെ ദർശനങ്ങളൊക്കെ അതിലേക്ക് കടന്നു വരും. അപ്പോൾ അതാണെന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. വായിച്ചാൽ വളരുമോ, വായിച്ചാൽ വളയുമോ? വെൽക്കം ടു കോമൺ സെൻസ്.